വാഴയുടെ ആദ്യ ഭാഗത്തിന്റെ ട്രെയിലർ ഓർമ്മയില്ലേ? കോമഡി ട്രാക്കിൽ തുടങ്ങി ഇമോഷണലി ടച്ച് ചെയ്ത് എൻഡ് ചെയ്ത ട്രെയിലർ. സിനിമ തന്നതും അതേ ഫീലായിരുന്നു. യുവത്വത്തിന് മൊത്തം റിലേറ്റബിൾ ആയ വാഴ എന്ന വിളിപ്പേരിനെ മാറ്റി പറയിപ്പിച്ച ചിത്രം. പുതുമുഖ താരങ്ങളെ വെച്ച് സൂപ്പർ ഹിറ്റ് അടിച്ച സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അന്നേ പറഞ്ഞു വെച്ചതാണ്. നായകരായി എത്തുന്നത് അന്ന് സിനിമയിൽ വളരെ കുറച്ച് സീനിൽ മാത്രം വന്നുപോയ കുറച്ചു പേർ. പക്ഷെ മലയാളിക്ക് അവരെ നന്നായി അറിയാം. ടിക്ടോക്കിൽ തുടങ്ങി ഇൻസ്റ്റഗ്രാം റീൽസിൽ എത്തി നിൽക്കുന്ന കുടുകുടാ ചിരിപ്പിച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഹാഷിറെ എന്ന് മലയാളി നീട്ടി വിളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കൂടെ വിനായകും അലനും അജിനുമെല്ലാം സമ്മാനിച്ചത് ഇന്ന് മലയാളി നിത്യജീവിതത്തിൽ ഉപയോഗിച്ചു പോകുന്ന അനവധി ഡയലോഗുകളാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന ഹാഷിറിന്റെയും അലന്റെയും വാക്കുകൾ 2 വർഷത്തിന് ഇപ്പുറവും ട്രെൻഡിങ് ആണ്. എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഉള്ളതെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തം. വാഴ 2 അവരുടെ കഥയാണ്. ആ 4 പേർ നായകരാകുന്ന കഥ. കൂടെ സോഷ്യൽ മീഡിയ വഴി പ്രേക്ഷകർക്ക് പരിചിതരായ ഒട്ടനവധി പേരും. ആദ്യത്തെ പാർട്ടിൽ വളരെ കുറച്ച് സീനിലെ ഹാഷിറും ടീമും ഉണ്ടായിരുന്നുള്ളൂ. ഭൂരിഭാഗം പേരും അവരുടെ പ്രകടനത്തെ സ്വീകരിച്ചപ്പോഴും വിമർശനങ്ങൾ അവരെ തേടിയെത്തിയിരുന്നു. നിങ്ങൾക്ക് റീലേ പറ്റൂ, വേണ്ടാത്ത പണിക്ക് പോകരുത്, സിനിമ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല എന്ന് തുടങ്ങി അന്ന് വന്ന ഹെയ്റ്റ് കമന്റുകൾ ഒരുപാടാണ്. രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ആ വിമർശനങ്ങൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ലെന്ന് ഉറപ്പു തരികയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രെയിലർ. വെറുപ്പിക്കൽ എന്ന ട്രോളുകളെ തിരുത്തി പറയിക്കുന്ന പെർഫോമൻസ് ഉണ്ടാകുമെന്ന് വെറും 2.25 മിനിറ്റ് മാത്രമുള്ള ട്രെയിലർ തന്നെ പറഞ്ഞു വെക്കുന്നു. അവരുടെ ഗ്രോത്ത്, ആ റീലുകൾ കണ്ടു ശീലിച്ച തലമുറയ്ക്ക് നൽകുന്ന സന്തോഷം വളരെ വലുതാണ്. ഹാഷിറും ടീമും മാത്രമല്ല, കുഡോസ് മീഡിയ ടീമും യുറേക്ക സ്റ്റോറീസിലെ ദേവരാജും തുടങ്ങി സോഷ്യൽ മീഡിയ മൊത്തം വാഴ 2-ലുണ്ട്. ഇതിൽ അമീന്റെ തുടർച്ചയായി എത്തുന്ന 3ാമത്തെ സിനിമയാണ് വാഴ. നേരത്തെ പ്രകമ്പനത്തിലും ഡെർബിയിലും മികച്ച വേഷത്തിലെത്തി കയ്യടി നേടിയിരുന്നു അമീൻ. ദേവരാജിന്റെ പെർഫോമൻസും കാത്തിരിക്കുന്ന ഒന്നാണ്. വാഴയുടെ ഗംഭീര വിജയത്തിന് കാരണം അത് പലർക്കും റിലേറ്റബിൾ ആയിരുന്നു എന്നതാണ്. ഏകദേശം 40 കോടിക്കടുത്ത് സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നു. സിജു സണ്ണി, സാഫ് ബോയ്, ജോമോൻ ജോദർ തുടങ്ങി പ്രധാന വേഷത്തിലെത്തിയ എല്ലാവരും നല്ല പ്രകടനം നൽകി. അച്ഛന്മാരായെത്തിയ നോബിയും കോട്ടയം നസീറും അസീസും എല്ലാം അതിലും മികച്ച പെർഫോമൻസിലൂടെ ഞെട്ടിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ സിജുവിനെ അസീസ് ചേർത്ത് പിടിച്ചപ്പോൾ ഹൃദയം മുറിയും വേദനയോടെയാണ് ആ സീൻ സ്വീകരിക്കപ്പെട്ടത്. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനൻ ആദ്യ ഭാഗം സംവിധാനം ചെയ്തപ്പോൾ രണ്ടാം ഭാഗം ഡയറക്ട് ചെയ്യുന്നത് സാവിനാണ്. അൽഫോൺസ് പുത്രൻ, ബിജുക്കുട്ടൻ, അജു വർഗീസ്, സുധീഷ് തുടങ്ങിയ താരനിരയും വാഴ 2-ലുണ്ട്. അൽഫോൺസ് പുത്രനെ കൊണ്ടുള്ള പ്രേമം റഫറൻസ് മുതൽ പ്രതീക്ഷ നൽകുന്ന ട്രെയിലറാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. ഏപ്രിൽ 2-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ദൃശ്യം 3യോടൊപ്പം ക്ലാഷ് റിലീസായി എത്തേണ്ടതായിരുന്നു സിനിമ. മോഹൻലാൽ ചിത്രം റിലീസ് മാറ്റിവെച്ചത് വെക്കേഷനിൽ കുതിക്കാൻ വാഴയ്ക്ക് കുറച്ചുകൂടി സ്പേസ് നൽകുന്നുണ്ട്. കോടികൾ നേടാനോ വിജയം കൊയ്യാനോ താരപ്രഭാവം വേണ്ടെന്ന സ്പേസിൽ നിൽക്കുന്ന മലയാള സിനിമയിലേക്ക് കുറച്ച് സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാറുകൾ ഒരുമിച്ചെത്തുന്നുവെന്നതാണ് വാഴ 2-വിന്റെ പ്രത്യേകത. എ ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ്. ആദ്യ ഭാഗം നേടിയ ഹിറ്റ് തുടരാൻ രണ്ടാം ഭാഗത്തിനാകുമെന്ന് പ്രതീക്ഷിക്കാം. കളർഫുൾ പ്രകടനം നൽകി മലയാള സിനിമയിൽ കുതിക്കാൻ പ്രിയപ്പെട്ട റീൽ താരങ്ങൾക്കാകട്ടെ.